ഒരു മനുഷ്യായുസ്സിൽ കൃഷ്ണഭക്തർ സന്ദർശിക്കേണ്ട ചാർധാം: രാമേശ്വരം, ഹരിദ്വാർ, ദ്വാരക, പുരി ജഗന്നാഥ ക്ഷേത്രം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണനെയും സഹോദരി സുഭദ്രയും ബലരാമനെയുമാണ് പ്രധാനമായി പൂജിക്കപ്പെടുന്നത്. കുരുക്ഷേത്ര സമയത്ത് സൂര്യഗ്രഹണ സമയത്തിന് മുമ്പായിട്ട് അതിൽ പങ്കെടുക്കുന്ന എല്ലാ യോദ്ധാക്കളും സെമന്ത പഞ്ചകത്തിൽ പാപമോചനത്തിനായി പോയി സ്നാനം ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് വർഷങ്ങൾക്കു ശേഷം കൃഷ്ണനും വൃന്ദാവനവാസികളും തമ്മിൽ കാണുന്നത്. വൃന്ദാവനവാസികൾ എല്ലാവരും ഭഗവാനെ തിരിച്ചു ചെല്ലാൻ ആവശ്യപ്പെടും. ഭഗവാൻ പറയും, നിങ്ങളുടെ കൂടെ എല്ലാം ഞാനുണ്ട്, നിങ്ങളോ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന്. എന്നാൽ കൊട്ടാരത്തിൽ തിരിച്ചു വരുന്ന ഭഗവാൻ വൃന്ദാവന ഓർമ്മകളാൽ ദുഃഖത്തിലായിരുന്നു. ഭഗവാന്റെ ദുഃഖം കണ്ടിട്ട് ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഭഗവാന്? ഭഗവാന്റെ എല്ലാ വൃന്ദാവന ലീലകളും കണ്ട ഒരാൾ ആ കൊട്ടാരത്തിലുണ്ട്. വസുദേവരുടെ മറ്റൊരു ഭാര്യ ബലരാമൻ്റെ അമ്മയായ രോഹിണി. രോഹിണി പറയും, എന്തുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനവാസികളെ കണ്ടു മടങ്ങിയതിനു ശേഷം വിഷമിച്ചിരിക്കുന്നതെന്ന്. രോഹിണി ഭഗവാന്റെ വൃന്ദാവന ലീലകളെല്ലാം വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കഥ പറഞ്ഞു കൊടുക്കുന്ന ഇടത്തേക്ക് ആരും കടന്നു വരാതിരിക്കാൻ വേണ്ടി സുഭദ്രയെയാണ് കവാടത്തിൻ്റെ കാവൽക്കാരിയായി നിർത്തിയത്. സുഭദ്രയ്ക്ക് ഈ കഥകളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ സുഭദ്ര ഈ കഥകൾ ഒക്കെ കേട്ടിട്ട് കണ്ണു തുറച്ച് സന്തോഷത്തോടെ കേട്ടു നിൽക്കുകയാണ്. ഇങ്ങനെ പരമാനന്ദത്തിൽ നിൽക്കുന്ന സുഭദ്രയുടെ ഇടത്തും വലത്തുമായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും വന്നു നിൽക്കും. അവരും ഇതെല്ലാം കേട്ട് അങ്ങനെ അവരും സുഭദ്രയുടെ ഭാവത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ നിൽക്കുന്ന 3 പേരെയും കണ്ടുവരുന്ന നാരദമുനി അറിയാതെ തൊഴുതു പോവുകയാണ്. നാരദമുനി അപ്പോൾ പറയും, ഈ അവസ്ഥയിൽ അങ്ങേ ഭൂലോക ജനങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന്. ഭഗവാൻ പറയും, സാധിക്കും. വിശ്വകർമാവിനാൽ ഞങ്ങൾ മൂവരെയും ഭൂലോക ജനങ്ങൾക്ക് ദൃശ്യമാകുന്ന ദിവസം വരുമെന്ന്. വൃന്ദാവന കഥകളാൽ പരമാനന്ദത്തിൽ നിൽക്കുന്ന മൂവരെയും വൃന്ദാവനവാസികൾ അവരെ അങ്ങോട്ട് ഹൃദയം കൊണ്ട് വലിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര. രഥയാത്ര അവസാനിപ്പിക്കുന്ന പോയിന്റ് ഗുഡീച്ച ക്ഷേത്രത്തിലാണ്. വൃന്ദാവനത്തെയാണ് ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത്. സ്കന്ദപുരാണത്തിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്.